1948 സഖാവ് ചടയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ലിൽ അംഗമാകുന്നു. അക്കാലത്ത് പാർട്ടി ഘടകങ്ങൾക്ക് സെൽ എന്നാണ് വിശേഷിപ്പിക്കാറ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന വർഗത്തിൻ്റെയും അടിസ്ഥാന ഘടകത്തിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വളർന്നു വന്ന ഒരു നേതാവാണ് സഖാവ് ചടയൻ. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ പൊതുപ്രവർത്തനം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് മർദ്ദനങ്ങളും ജയിൽവാസവും അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അക്കാലത്ത് നടന്ന കമ്പിൽ കൈരളം മേഖലയിലെയും ഇരിക്കൂർ ഫർക്കയിലെയും ആദ്യകാല പ്രവർത്തനങ്ങൾ പൊരുതുന്ന കമ്മ്യൂണിസ്റ്റ് കർഷക പോരാളികളോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം തുടരാൻ കഴിഞ്ഞില്ല. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗവുമായിരുന്നു. സഖാവ് ചടയൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ജനങ്ങളുടെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ മാനവ പോരാട്ടത്തിൻ്റെ മോചനത്തിൻ്റെ സർവകലാശാലയിൽ ജനങ്ങൾക്കൊപ്പം പഠിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പോലീസിനെതിരായ അന്നത്തെ MSP എന്ന് പറഞ്ഞാൽ കൈരളം മേഖലയിലൊക്കെ നരനായാട്ട് നടത്തിയ കാലമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തും സ്വാതന്ത്ര്യാനന്തര കോൺഗ്രസ് ഭരണകാലത്തും കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെട്ടു എന്നത് ഇത്തരം നേതാക്കന്മാരുടെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സഖാവ് ചടയനെ 1946-48 കാലത്ത് തന്നെ ഭീകരമായി മർദ്ദിക്കുന്നുണ്ട്. കള്ളക്കേസിൽ കുടുക്കി. അതിനെ തുടർന്ന് നാട്ടിൽ നിന്ന് വീരാജ്പേട്ടയിലേക്ക് പോയി. അവിടെ വെച്ച് കട്ട നിർമ്മിക്കുന്ന ജോലിയിലടക്കം അദ്ദേഹം ഏർപ്പെടുകയുണ്ടായി. പക്ഷെ അവിടെ മനസ്സുറപ്പിച്ചില്ല. അതുകൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. തുടർന്ന് വിവിധ ഘട്ടങ്ങളിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്. 1972 ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്. 1965 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ രൂപീകരണത്തെ തുടർന്ന് ചൈനീസ് ചാരന്മാരെന്ന് പറഞ്ഞുകൊണ്ട് പലരെയും മുദ്രകുത്തി ജയിലിലടക്കുമ്പോൾ ഇദ്ദേഹത്തെ തേടി പോലീസ് വന്നു. പക്ഷെ ഒളിവിൽ കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയില്ല. പക്ഷെ ഒളിവിലും പാർട്ടി പ്രവർത്തനം നടത്തുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഒളിവിൽ നിന്ന് പാർട്ടിയുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ പിടിക്കപ്പെട്ടു. അപ്പോഴും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സഖാവ് കണ്ണാട്ടിനോടൊപ്പം സഖാവ് ചടയൻ ധീരമായ നേതൃത്വമായിരുന്നു. ജനാധിപത്യ കശാപ്പിനെതിരെ, കോൺഗ്രസിന്റെ കിരാത ഭരണത്തിനെതിരെ നടത്തിയ പോരാട്ടം. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. അന്ന് CPIM ലോകസഭയിൽ മത്സരിച്ചപ്പോൾ ഒറ്റ സീറ്റും കിട്ടിയില്ല. പക്ഷെ ചടയൻ ജയിച്ചു. നിയമസഭയിലേക്ക് 17 സീറ്റ്, ഏറ്റവും കുറഞ്ഞ സീറ്റ് കിട്ടിയ കൂട്ടത്തിൽ ചടയനും ഉണ്ടായിരുന്നു. നിയമസഭയിൽ ചടയൻ ജനപ്രതിനിധിയായി എത്തുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ ഒരാൾക്ക് എങ്ങനെയാണ് നിയമസഭയിൽ പ്രവർത്തിക്കാൻ കഴിയുക? ഞാൻ നിയമസഭയിൽ 1996 എത്തിയപ്പോൾ ആദ്യകാല നേതാക്കന്മാർ, EMS അടക്കമുള്ള ആദ്യകാല നിയമസഭാ സാമാജികന്മാർ നടത്തിയ പ്രസംഗത്തിന്റെ ലൈബ്രറിയിലെ ഗ്രന്ഥശേഖരം വായിച്ചു നോക്കിയപ്പോൾ വളരെ എത്രമാത്രം സഖാവ് ചടയൻ കൈത്തറി തൊഴിലാളികളടക്കമുള്ള തൊഴിലാളി വർഗത്തോട് ആത്മബന്ധം പുലർത്തി എന്ന് വ്യക്തമാക്കുന്ന പ്രസംഗങ്ങളായിരുന്നു നിയമസഭയിൽ.